അത് ഇപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വ്ളോഗിൽ ചെയ്യാൻ പോകുന്നത് ബഹ്റാൻ്റെ തന്നെ കൾച്ചറൽ ഏരിയ എന്നറിയപ്പെടുന്ന ബാബൽ ബഹ്റൈനാണ്. അപ്പോൾ ബാബൽ ബഹ്റൈൻ നമുക്ക് കാണാം. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഉള്ളിൽ ഒരു പുരാതന രീതിയിലുള്ള കാര്യങ്ങളും ഓരോ ഡിസൈനുകളൊക്കെയാണുള്ളത്. കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് ഭാഗം. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇവിടെ ബാബൽ ബഹ്റൈൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടെയാണ് കാണിച്ചത്. അപ്പുറത്തേക്ക് കടക്കാൻ ഇത് ക്രോസ് ചെയ്യണം. ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ റെഡിലാണുള്ളത്. കുറേ ആൾ കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കാൻ പാടില്ല. ഇവിടെ പ്രസ് ചെയ്യണം. അപ്പോൾ അവിടെ ഗ്രീന് വരും. അപ്പം നമുക്ക് കിടക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് കിടക്കട്ടോ. അപ്പോൾ നമ്മുടെ ബാബൽ ബഹ്റൈനിൻ്റെ എൻട്രി വരുന്നത് ഇവിടെയാണ്. ബാബൽ ബഹ്റൈനിലേക്ക് കടക്കേണ്ട വഴി ഇതിലെയാണ്. അപ്പോൾ നമുക്കിതിലെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ റൗണ്ട് ഓഫ് ബോട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്നിരിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളായത്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനും വൈകുന്നേരം വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലൊരു സ്ഥലമാട്ടോ ഇത്. ഒരുപാട് ആളുകൾ, ഇപ്പോൾ വിദേശികൾ, മലയാളികൾ എല്ലാം ഒരുപാട് ആളുകൾ വന്നിട്ട് വൈകുന്നേരങ്ങളിൽ ജോലികളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇത് ഇവിടെ ന്യൂ ഗുഡ് ലക്ക് ജ്വല്ലറി ഈ ഹാങ് ചെയ്തിട്ട് നല്ലൊരു ഡിസൈനിങ്ങിലൊക്കെയാണ് കാര്യങ്ങളുള്ളത്. നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ജ്വല്ലറികൾ, അതേപോലെ ഇങ്ങനത്തെ നല്ല ഡിസൈനുള്ള ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ ഓരോ പഴയ ഡിസൈനുകളായിട്ടുള്ള ഇങ്ങനത്തെ വളരെ ഭംഗിയോട് കൂടിയിട്ടുള്ള ഇങ്ങനത്തെ ഒക്കെ പുരാതനമായിട്ടുള്ള ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളാണ് ഇവിടെ കാഴ്ചയായിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആരും ഉപയോഗിക്കാത്തതാണ്. പക്ഷേ ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള അങ്ങനെ ഒരു പുരാതനമായിട്ടുള്ള രീതിയിൽ ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. വിളക്കുകൾ, അങ്ങനെയുള്ള എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ലൈറ്റുകൾ തൂങ്ങിക്കിടക്കുന്നു. ഇതൊക്കെയാണ് ഈ അതായത് പോലെ ഊതൊക്കെ മറിക്കാൻ പറ്റിയ ഇങ്ങനത്തെ കല്ലുകളുണ്ട് കേട്ടോ. ഒരുപാട് ഇതുപോലെ നല്ല സ്മെല്ലാട്ടോ ഇതിന്. വളരെ നല്ല സ്മെല്ലാണ്. നല്ല സ്മെല്ലാണ്. ഇതിങ്ങനെ ഗ്ലാസ്സിലാക്കി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോന്നെടുത്ത് ഈ ചാർക്കോൾ ഇട്ട് കത്തിക്കുക ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ സ്മെല്ലിങ്ങനെ
ഒരു ദിവസം മൊത്തമായിട്ട് കിട്ടും. ചെറിയൊരു പീസ് ഇട്ട് പുകയ്ക്കുകയാണെങ്കിൽ. ഇതൊക്കെ അത് നിറയ്ക്കാനുള്ള കപ്പുകൾ. അങ്ങനെ ഒക്കെ ഓരോ സൈസിലുള്ള കപ്പുകളാണ്. കേട്ടോ അവിടെയൊക്കെ അത്ര കേട്ടോ. നല്ല നല്ല സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് നല്ലത് വാങ്ങാം. അത്ര ما في خلاص عطنا واحد بس واحد. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ജോയി ആലൂക്കാസ് ഉണ്ട് കേട്ടോ. ഇത് KFC. അതേപോലെ നമുക്കിവിടെ ഒരു വ്യൂ കാണാം. നമുക്കിവിടെ ബഹ്റൈൻ ഫിനാൻഷ്യൽ ഹാർബർ കാണാം കേട്ടോ. ഇവിടെ ഗൾഫ് ഫിനാൻഷ്യൽ ഹൗസാണത്. അവിടെയാണ് നമ്മളത് ഫിനാൻഷ്യൽ ഹാർബർ. ഇത് ബാബുൽ ബഹ്റൈൻ്റെ തന്നെ ഒരു സൈഡ് വശ. അവിടെ കാണുന്ന ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രിയാണ്. ഇത് അംകിന് NBB ബാങ്ക് ഒക്കെ ഇവിടെയാണുള്ളത് കേട്ടോ. ഉള്ളത് ഓക്കെ. കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേൾ ഇൻ്റർനാഷണൽ ഹോട്ടൽ കാണാം. ഇവിടുത്തെ ഏറ്റവും അറിയപ്പെടുന്നൊരു ഹോട്ടലാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ബഹ്റൈൻ ഇൻ്റർനാഷണൽ ഹോട്ടൽ. ഇത് ഇവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫേമസ് ഹോട്ടലാണ്. അപ്പോൾ ആളുകൾ തിരക്കുള്ളൊരു ഹോട്ടലാണ് ഗൾഫ് പേൾ ഹോട്ടൽ. അതേപോലെ ബഹ്റൈൻ ഇൻ്റർനാഷണൽ ഹോട്ടൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ബഹ്റൈൻ ഇൻ്റർനാഷണൽ ഹോട്ടൽ. ഇവിടെ കാണുന്ന ഫ്ലാഗ്, അതിൽ ബഹ്റാനി, സൗദി, ഖത്തർ, UAE 3 ഫ്ലാഗാണ് അവിടെ ഒരു ഫ്ലാഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബഹ്റൈൻ ഇൻ്റർനാഷണൽ ഹോട്ടൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും തിരക്ക് കൂടിയതും നല്ല എല്ലാ ആളുകളും നല്ലൊരു ഹോട്ടലാണ് കേട്ടത്. ഇത്ര നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.